ഇന്ന് നമ്മുടെ മീൻപിടുത്ത മഹോത്സവമാണ് മക്കളെ. പക്ഷേ ഇത് പിടിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ എന്താ അറിയോ, വെള്ളത്തിന്റെ pH ലെവൽ മാറിയിട്ട് മീനൊക്കെ ഒരുപാട് ചത്തു പോകാൻ തുടങ്ങി. അപ്പോൾ ഉള്ളതിനെ പെട്ടെന്ന് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് പിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു വലിപ്പം. നമ്മൾ പിടിക്കേണ്ട സമയം കഴിഞ്ഞു, ഇങ്ങനെ നിന്നാണ്. ഓരോരോ പരിപാടിയായിട്ട് പിടിക്കാൻ പറ്റിയില്ല. നമുക്കിതിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാം. നമുക്ക് ഇലയിലേക്ക് ഇടാം. അയ്യോ, നമ്മുടെ മീൻ പിടിക്കൽ ഇന്നത്തെ ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലധികം തീറ്റയൊന്നും കൊടുത്തില്ല. നമ്മൾ ഈ ചീര അതുപോലുള്ള ഇലകളാണ് അധികം കൊടുത്തുള്ളത്. പിന്നെ ഫിറ്റ് ഫുഡ് കൊടുത്തിരുന്നു, പക്ഷെ അത് രാവിലെ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ബാക്കി ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇലകൾ കൊടുക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാനും ഇല കൊടുത്തു നോക്കി. ഇല കൊടുത്തതുണ്ടോ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ pH ലെവൽ പെട്ടെന്ന് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഓരോന്ന് ചാവാൻ തുടങ്ങി. ഞായറാഴ്ച പിടിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും ഞായറാഴ്ച ആകുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാവും, എല്ലാവരെയും കൂട്ടിയിട്ട് മീൻ പിടിക്കാന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അപ്പോഴത്തേക്കും മീൻ ഓരോന്നായിട്ടായി ചാവാൻ ചാൻസ് ഉണ്ട്. ഉള്ളതിനെ പെട്ടെന്ന് അങ്ങ് പിടിക്കുക. പിന്നെ നമ്മുടെ ഷൂട്ടിങ്ങും പരിപാടിയും യാത്രയും തിരക്ക് ആയതുകൊണ്ട് മീൻ പിടിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഫിഷ് ടാങ്ക്, ഇതിനകത്താണ് നമ്മൾ മീനൊക്കെ വളർത്തിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങൾ ഇട്ടതും ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നല്ല സിമ്പിളായ രീതിയിലാണ് നമുക്കിത് ഉണ്ടാക്കാൻ കഴിയുക, അധികം പൈസ ചിലവില്ലാണ്ട്. വെറുതെ തമാശയ്ക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഹോബി, പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഫിഷ് ടാങ്ക്, നമുക്ക് നല്ല മീൻ കഴിക്കാമല്ലോ.